മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അങ്ങനെ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ലാലേട്ടൻ വീക്കെൻഡിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് ഒരു ബോട്ടിൽ ഫാക്ടറി ആയി മാറുകയാണ്. നമ്മുടെ അനീഷ് എന്തായാലും ടാസ്ക് ലെറ്ററൊക്കെ വായിച്ചു. 15 കണ്ടസ്റ്റൻസിൽ 2 പേര് ഫാക്ടറി ഉടമകളായിരിക്കും. ബാക്കി 11 പേരും ബോട്ടിൽ ഏജന്റുമാരായിരിക്കും. 2 പേര് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാരായിരിക്കും. ക്വാളിറ്റി ചെക്കിംഗ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ 2 പേരെ തിരഞ്ഞെടുത്തിരുന്നു. അനുമോളും ജിഷിനുമാണ് ബിഗ് ബോസ് തിരഞ്ഞെടുത്തത്. പിന്നീട് ഫാക്ടറി ഓണർമാരെ എല്ലാവരും കൂടി ചർച്ച ചെയ്തായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ 4 പേരാണ് മുന്നിലേക്ക് വന്നത് മുതലാളിമാരാകാൻ വേണ്ടി. സാബുമാൻ, നെവിൻ, അനീഷ്, ജിസേൽ എല്ലാവരെയും വോട്ട് ചെയ്താണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അനീഷും നെവീനുമാണ്. നെവീൻ ഓറഞ്ച് ഫാക്ടറിയുടെ ഓണറായും അനീഷ് ലെമൺ ഫാക്ടറിയുടെ ഓണറായുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ബാക്കി 11 പേരും ബോട്ടിൽ ഏജന്റുമാരായിരിക്കും. വീക്കിലി ടാസ്കിന് വേണ്ടി എല്ലാവർക്കും യൂണിഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ ഏരിയയിൽ എല്ലാവരും റെഡിയായി നിൽക്കണം. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഗാർഡൻ ഏരിയയിൽ ഒരു ചാക്കിലായിട്ട് ബോട്ടിലുകൾ ഉണ്ടാവും. അതിൽ നിന്നും മാക്സിമം ബോട്ടിലുകൾ കളക്ട് ചെയ്യണം. അതിനുശേഷം ബിഗ് ബോസ് ബോട്ടിൽ എന്ന് അനൗൺസ് ചെയ്യുമ്പോഴേക്കിനും തന്നിരിക്കുന്ന ബക്കറ്റിൽ നിന്നും വെള്ളമെടുത്ത് ബോട്ടിലുകൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഉണക്കാനായിട്ട് ടവലും കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ച് ഉണക്കണം. അതിനുശേഷമായിരിക്കും ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ നടക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് വഴിയെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇത് അനീഷിന് വേണ്ടിയും നെവീന് വേണ്ടിയുള്ള ഗെയിം തന്നെയാണെന്ന്. എല്ലാവരും കൃത്യമായിട്ട് അനീഷിനെയും നെവീനെയും തന്നെ ഓണറായി തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഇവർക്ക് 2 പേർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ടാസ്ക്കാണ്. ക്വാളിറ്റി ചെക്കിങ്ങിന് ഇരിക്കുന്നത് ജിഷിനാണ്. ജിഷിനും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും ടാസ്ക് എങ്ങനെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം.